2007 ജൂൺ 5-ാം തീയതി ക്യാമ്നോവിൽ വെച്ച് അൾജീരിയയും അർജന്റീനയും കൊമ്പുകോർക്കുന്ന പോരാട്ടം. അർജന്റീനക്കായി വമ്പന്മാരായ സനേറ്റിയും ടെവസും ലിയോ മെസ്സിയും എല്ലാം കളത്തിലുണ്ട്. അങ്ങനെ റഫറിയുടെ വിസിലോടുകൂടി മത്സരം തുടങ്ങുന്നു. മത്സരം തുടങ്ങി ടൈം ക്ലോക്കിൽ വെറും 2 മിനിറ്റ് മാത്രമാകുമ്പോഴേക്കും അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നു. അർജന്റീൻ സൂപ്പർ താരത്തെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി. മത്സരത്തിന് സമയം വെറും 2 മിനിറ്റ് മാത്രം പ്രായം. അങ്ങനെ പെനാൽറ്റി എടുക്കാൻ കാർലോസ് ടെവസ് വരുന്നു. ടെവസ് യാതൊരു പിഴവും കൂടാതെ പന്തിനെ വലയിലെത്തിക്കുന്നു. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ ആഫ്രിക്കൻ കരുത്തരെ പിന്നിലാക്കിയിരിക്കുകയാണ് അർജന്റീന ടെവസിന്റെ പെനാൽറ്റി ഗോളിലൂടെ. അൾജീരിയ ടീം ബിൽഡ് ചെയ്യും മുമ്പ് തന്നെ അർജന്റീനയുടെ മനോഹരമായ നീക്കത്തിനൊടുക്കം അർജന്റീനക്കായി അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ടെവസ് വലയിലെത്തിക്കുകയാണ്. അങ്ങനെ തിങ്ങി നിറഞ്ഞ ക്യാമ്നോവിലെ അർജന്റീന ആരാധകർ ആർപ്പ് വിളിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ 10,000-ഓളം വരുന്ന ആരാധകർക്ക് സന്തോഷമേകിക്കൊണ്ട് മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ സൂപ്പർ താരം കാർലോസ് ടെവസ് അർജന്റീനയെ മുന്നിലെത്തിച്ചിരിക്കുന്നു. ആ ഗോളിൽ നിർത്താൻ അർജന്റീന ഒരുക്കമല്ലായിരുന്നു. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഗോളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വീണ്ടും അർജന്റീൻ മുന്നേറ്റങ്ങൾ മാത്രമാണ് കണ്ടത്. അൾജീരിയൻ ബോക്സിലേക്ക് ഓരോ അർജന്റീൻ താരങ്ങളും ഇരച്ച് കയറിക്കൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ മനോഹരമായ ഫ്രീ കിക്കിന് തലവെച്ച് അർജന്റീൻ താരം ഗോൾ വരെ ചലിപ്പിക്കുന്നുണ്ട്. പക്ഷേ റഫറിയുടെ ഓഫ് സൈഡ് വിസിൽ 2 ഗോളുകൾക്ക് അർജന്റീന മുന്നിലെത്തിച്ചു എന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു റഫറിയുടെ ഓഫ് സൈഡ് വിസിൽ വരുന്നത്. അങ്ങനെ മത്സരത്തിന് 9 മിനിറ്റ് പ്രായമാകുന്നു. അൾജീരിയയുടെ ഇടം വിങ്ങിൽ നിന്നുള്ള അറ്റാക്കിനൊടുക്കിൽ മനോഹരമായ ക്രോസ്, പക്ഷേ കോർണറിലേക്ക്. അങ്ങനെ മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ അൾജീരിയക്ക് അനുകൂലമായ കോർണർ കിക്ക് ലഭിക്കുന്നു. അൾജീരിയൻ താരത്തിന്റെ കോർണർ കിക്ക് അർജന്റീൻ ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി വരുന്നു. അർജന്റീൻ താരം അന്ത്രിയഹിയയുടെ തകർപ്പൻ ഹെഡർ ഗോൾ. ഇതാ അൾജീരിയ അർജന്റീനക്കൊപ്പം പിടിച്ചിരിക്കുന്നു. ആഫ്രിക്കൻ കരുത്തർ ഇതാ മത്സരത്തിന്റെ 9 മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും തിരിച്ചു വന്നിരിക്കുന്നു. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിലെ അൾജീരിയൻ ആരാധകരുടെ ആഹ്ലാദ പ്രകടനം. ക്യാമ്നോവിൽ അർജന്റീന ആരാധകർ നിശബ്ദരാകുന്നു. 2-ാം മിനിറ്റിൽ ടെവസ് നേടിയ ഗോളിന് മറുപടിയായി യഹിയയുടെ തകർപ്പൻ ബാക്ക് ഫ്ലിക്കിംഗ് ഹെഡർ ഗോൾ. അർജന്റീൻ പ്രതിരോധത്തിനോ ഗോൾ കീപ്പർക്കോ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തകർപ്പൻ ഹെഡർ തന്നെ. അങ്ങനെ മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ പിന്നിൽ പോയ അൾജീരിയ ഇതാ അർജന്റീനക്കൊപ്പം പിടിച്ചിരിക്കുകയാണ്. മത്സരത്തിൽ 1 ഗോൾ അടിച്ച് സമനിലയിൽ പിടിച്ച അൾജീരിയയാകട്ടെ അർജന്റീനൻ ഗോൾ മുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും ആക്രമണങ്ങൾ നെയ്തുകൊണ്ടേയിരുന്നു. ഇത്തവണ മത്സരത്തിന്റെ വലം വിങ്ങിൽ നിന്ന് മനോഹരമായ ക്രോസ് എത്തിയെങ്കിലും അർജന്റീൻ ഗോൾ കീപ്പറുടെ കയ്യിൽ അനായാസമായി പന്ത് വിശ്രമിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 12-ാം മിനിറ്റ് വലം വിങ്ങിൽ നിന്നും ടെവസിന്റെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം. പക്ഷേ അദ്ദേഹത്തിന്റെ ഷോട്ടിന് ടാർഗറ്റ് കാണാൻ സാധിക്കുന്നില്ല. വളരെ മനോഹരമായ മുന്നേറ്റത്തിനൊടുക്കം പക്ഷേ ലക്ഷ്യം കാണാതെ പോകുന്നു. മത്സരത്തിന്റെ 27-ാം മിനിറ്റ് അർജന്റീനയുടെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം പക്ഷേ നിഷ്പ്രഭമാകുന്നു. പക്ഷേ അടിക്ക് തിരിച്ചടി എന്നതുപോലെ 2 വിങ്ങുകളിലും കൗണ്ടർ അറ്റാക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജന്റീന അവിടെ എതിർ ബോക്സിൽ അൾജീരിയൻ ബോക്സിലേക്ക് ആക്രമണത്തിന് വരുന്ന ഉടൻ തന്നെ അടുത്ത നിമിഷം അൾജീരിയ അർജന്റീൻ ബോക്സിലേക്ക് മികച്ചു കയറുന്നു. ഇരു ടീമുകളും ക്യൂ കൗണ്ടറുമായി മത്സരത്തിലുടനീളം മിന്നും പ്രകടനം. ടെവസിന്റെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം. ബോക്സിന് പുറത്തു നിന്നും ടെവസിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. പക്ഷേ റഫറി പെനാൽറ്റി നൽകുന്നില്ല. ടെവസ് ആശ്ചര്യത്തോടെ റഫറിയെ നോക്കുകയാണ്. മത്സരത്തിന്റെ 35-ാം മിനിറ്റ് 18-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ 18 വയസ്സുള്ള ലിയണൽ മെസ്സി എന്ന പയ്യൻ അൾജീരിയൻ ബോക്സിലേക്ക് ഇരച്ചു കയറുന്നുണ്ട്. പക്ഷേ മുന്നേറ്റം ലിയണൽ മെസ്സിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്നില്ല. 3-4 താരങ്ങളെ അനായാസം മറികടന്ന ലിയണൽ മെസ്സിക്ക് പക്ഷേ ബോക്സിലേക്ക് കുതിക്കാൻ സാധിച്ചില്ല. മത്സരത്തിന്റെ 36-ാം മിനിറ്റ് വീണ്ടും അൾജീരിയയുടെ മുന്നേറ്റങ്ങളാണ് കാണുന്നത്. അർജന്റീനക്കെതിരെ ഒട്ടും പിന്നോട്ടു പോകാൻ അൾജീരിയ തയ്യാറല്ല. വിജയിക്കണമെന്ന മനോഭാവത്തോടെ തന്നെയാണ് അർജന്റീന ബോക്സിലേക്ക് ഇരച്ചു കയറുന്നത്. മത്സരത്തിന്റെ 38-ാം മിനിറ്റ് ഇത്തവണയും വലതു വിങ്ങിൽ നിന്നുള്ള കാർലോസ് ടെവസിന്റെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം. പക്ഷേ ഇത്തവണയും ടാർഗറ്റ് കാണാൻ ടെവസിന് സാധിക്കുന്നില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷം 18 വയസ്സുകാരനായ ലിയണൽ മെസ്സി പന്തുമായി വലതു വിങ്ങിലൂടെ ഒറ്റയ്ക്കൊരു കുതിപ്പ് നടത്തുന്നു. ഡിഫൻഡേഴ്സിനെ അനായാസം മറികടന്ന ലിയണൽ മെസ്സിക്ക് പക്ഷേ ഗോൾ കീപ്പറെ മറികടക്കാനായില്ല. ലിയണൽ മെസ്സിയുടെ ആ മനോഹര മുന്നേറ്റം ഗോളെന്ന് ഒരു നിമിഷം തോന്നിപ്പിച്ചതായിരുന്നു. പക്ഷേ അൾജീരിയൻ ഗോൾ കീപ്പറുടെ വേൾഡ് ക്ലാസ് പ്രകടനം. മത്സരത്തിന്റെ 41-ാം മിനിറ്റ് അൾജീരിയൻ താരത്തെ അർജന്റീൻ താരം ഫൗൾ ചെയ്തു വീഴ്ത്തുന്നു.
ഫ്രീ കിക്ക് ഫോർ അൾജീരിയ. മത്സരം ആദ്യ പകുതിക്ക് പിരിയുന്നതിന് തൊട്ടു മുമ്പായി അൾജീരിയക്ക് അനുകൂലമായി വലം വിങ്ങിൽ നിന്നുള്ള ഒരു ഫ്രീ കിക്ക് നാദിർ അൽ ഹജ്ജിയുടെ തലയിൽ തട്ടി അർജന്റീൻ ഗോൾ വലയിൽ കയറുന്നു. മത്സരത്തിന് 42-ാം മിനിറ്റിൽ അർജന്റീനക്കെതിരെ ലീഡെടുത്തിരിക്കുകയാണ് ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയ. നാദിർ അൽ ഹജ്ജിയിലൂടെയാണ് അൾജീരിയ ലീഡ് പിടിച്ചിരിക്കുന്നത്. ഒരു തകർപ്പൻ ബാക്ക് ഫ്ലിപ്പിംഗ് ഹെഡർ തന്നെ. ഇത്തവണയും അർജന്റീന മറ്റൊരു സെറ്റ് പീസിൽ നിന്ന് കൂടി ഗോൾ വഴങ്ങിയിരിക്കുകയാണ്. ആദ്യ ഗോൾ കോർണറിൽ നിന്നുള്ള ബാക്ക് ഫ്ലിപ്പ്, ഇപ്പോൾ ഫ്രീ കിക്കിൽ നിന്നുള്ള ബാക്ക് ഫ്ലിപ്പ്. അങ്ങനെ 2 ഹെഡർ ഗോളിലൂടെ മത്സരത്തിന്റെ ആദ്യ പകുതി പിരിയുമ്പോൾ അർജന്റീന 2-1 പിന്നിൽ. അൾജീരിയ അർജന്റീനയെ വിറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ റഫറിയുടെ ഹാഫ് ടൈം വിസിൽ വരുന്നു. ഇനി നിർണായകമായ 2ാം പകുതിക്കു വേണ്ടിയാണ് അർജന്റീൻ ആരാധകർ ഒന്നടക്കം കാത്തിരിക്കുന്നത്. തിങ്ങി നിറഞ്ഞ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ അർജന്റീൻ ആരാധകർ നിശബ്ദരാണ്. അങ്ങനെ മത്സരം 2ാം പകുതിക്ക് തുടക്കം കുറിക്കുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ യുവ സൂപ്പർ താരം അർജന്റീൻ പ്രതിഭ ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്നു. അർജന്റീന വിടാനൊരുക്കമല്ലായിരുന്നു. മത്സരത്തിന്റെ 53-ാം മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നു. ലിയണൽ മെസ്സിയെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് അർജന്റീനക്കൊപ്പം പിടിക്കാൻ സുവർണ അവസരം. മത്സരത്തിന്റെ 53-ാം മിനിറ്റിൽ പെനാൽറ്റിയാണ് ലഭിച്ചിരിക്കുന്നത്. അൾജീരിയൻ ഡിഫൻഡർ മെദിഹി അതിന് യെല്ലോ കാർഡ് കാണുകയും ചെയ്യുന്നു. ഇത്തവണ പെനാൽറ്റി നേടിയെടുത്ത ലിയോ തന്നെ. ലിയോയുടെ പെനാൽറ്റി ലിയോ മെസ്സിയുടെ ഗോളിൽ അർജന്റീന ഒപ്പം പിടിച്ചിരിക്കുന്നു. താൻ നടത്തിയ മുന്നേറ്റത്തിനൊടുക്കം തന്നെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി താൻ തന്നെ എടുത്ത് അർജന്റീനയെ ഒപ്പം പിടിച്ചിരിക്കുന്നു. അർജന്റീന 2 അൾജീരിയ 2. പിന്നിൽ പോയെന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു ലിയണൽ മെസ്സിയുടെ മനോഹര മുന്നേറ്റവും ഒരു പെനാൽറ്റിയും. അങ്ങനെ ടൈം ക്ലോക്കിൽ 54 മിനിറ്റ്. അർജന്റീന 2 അൾജീരിയ 2. വീണ്ടും ലിയണൽ മെസ്സിയുടെ ഒറ്റക്കുള്ള പല മുന്നേറ്റങ്ങൾ കാണുന്നു. ഇത്തവണ ലിയണൽ മെസ്സിയുടെ അഴിഞ്ഞാട്ടമാണ് 2ാം പകുതിയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അൾജീരിയൻ താരം ലിയണൽ മെസ്സിയെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. അതിന് അദ്ദേഹം യെല്ലോ കാർഡും കാണുന്നു. മത്സരത്തിന്റെ 56-ാം മിനിറ്റ് അർജന്റീൻ സൂപ്പർ താരത്തിന്റെ വലതുവിങ്ങിൽ നിന്നുള്ള മനോഹരമായ ക്രോസ് കമ്പാസിയോയുടെ തലയിൽ തട്ടി ഗോൾ വലയിലെത്തുന്നു. തകർപ്പൻ ഹെഡറിലൂടെ എസ്റ്റാബിയൻ കമ്പാസിയോ അർജന്റീനയെ മുന്നിലെത്തിയിരിക്കുന്നു. തിങ്ങി നിറഞ്ഞ ക്യാമ്പ് നൗ സ്റ്റേഡിയം അർജന്റീന ആരാധകരാൽ ആഹ്ലാദത്തിൽ അണപൊട്ടിയിരിക്കുകയാണ്. വശത്തിലൂടെ ഓടിക്കയറിയ സനേറ്റിയുടെ തകർപ്പൻ ക്രോസ് ആണ് അദ്ദേഹം ഗോൾ വലയിൽ എത്തിച്ചത്. അതിന് സനേറ്റിക്ക് 100 മാർക്ക് നൽകണം. ഡിഫൻസിന്റെ പ്രഷർ ഉണ്ടെങ്കിലും എല്ലാം ബീറ്റ് ചെയ്തായിരുന്നു സനേറ്റിയുടെ തകർപ്പൻ ക്രോസ്. അളന്നു മുറിച്ച ക്രോസ് ആണ് താരം വലയിലെത്തിക്കുന്നത്. മത്സരത്തിന്റെ 2ാം പകുതിയിൽ അർജന്റീൻ തിരിച്ചുവരവ് കാണുന്നു. 2-1 പിന്നിൽ പോയ അർജന്റീന മത്സരത്തിന്റെ 2ാം പകുതിയിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്തുന്നു. മത്സരത്തിന്റെ 59-ാം മിനിറ്റ് അർജന്റീന വീണ്ടും ഗോൾ അടിച്ചു എന്ന് തോന്നിപ്പിച്ച നിമിഷമാണ്. പക്ഷേ ടെവസിന് ടാർഗറ്റ് കാണാൻ സാധിക്കുന്നില്ല. ഒരൊഴിഞ്ഞ അവസരമാണ് ടെവസിനെ തേടിയെത്തിയത്. സെനേറ്റിയുടെ കിടിലൻ അസിസ്റ്റ് ആയിരുന്നു. പക്ഷേ ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല. മത്സരത്തിന്റെ 73-ാം മിനിറ്റ് 18-കാരനായ ലിയണൽ മെസ്സി ബോക്സിലേക്ക് കുതിച്ച് ഗോൾ കീപ്പർ അനായാസം ബീറ്റ് ചെയ്തുകൊണ്ട് പന്തിനെ വലയിലെത്തിക്കുന്നു. 18-കാരന്റെ മത്സരത്തിലെ 2ാം ഗോൾ. 73-ാം മിനിറ്റ് ആകുമ്പോഴേക്കും അർജന്റീന 4 അൾജീരിയ 2. അങ്ങനെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ അൾജീരിയൻ ആരാധകരുടെ നിരാശ മാത്രം. അർജന്റീൻ ആരാധകർ ആഹ്ലാദത്താൽ ഉല്ലസിക്കുകയായിരുന്നു. മറഡോണയുടെ പിൻഗാമി എന്ന് അർജന്റീൻകാർ വിശേഷിപ്പിക്കുന്ന തങ്ങളുടെ 18 വയസ്സ് മാത്രം പ്രായമുള്ള ലിയണൽ മെസ്സി 2ാം ഗോളും നേടി അർജന്റീനയെ വിജയത്തിലേക്ക് എത്തിക്കുകയാണ്. ഗോൾ കീപ്പറെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ലിയണൽ മെസ്സി ഫേക്ക് ഇടുന്നു. എന്നിട്ട് ഗോൾ കീപ്പറെ അനായാസം മറികടന്നുകൊണ്ട് പന്തിനെ ലക്ഷ്യത്തിലെത്തിച്ചിരിക്കുന്നു. മത്സരത്തിന്റെ 74-ാം മിനിറ്റിൽ അർജന്റീന 4 നൈജീരിയ 2. പക്ഷേ അധികം ആയുസുണ്ടായില്ല. 75-ാം മിനിറ്റിൽ അൾജീരിയ ഒരു ഗോൾ കൂടി തിരിച്ചടിച്ച് മത്സരത്തിലേക്ക് വരാനുള്ള ശുഭപ്രതീക്ഷ നൽകുകയാണ് ആരാധകർക്ക്. ഇത്തവണയും അർജന്റീന ഗോൾ വഴങ്ങിയത് ഒരു സെറ്റ് പീസിൽ നിന്ന്. വീണ്ടും കമ്പാസിയോ ബിൽഹെജ് തന്നെയാണ് അൾജീരിയക്കായി ഗോൾ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെയും ഇരട്ട ഗോളാണ് പിറന്നത്. മനോഹരമായ ഹെഡറിലൂടെ തന്നെയാണ് ബിൽഹെജ് ഇത്തവണയും അർജന്റീൻ ഗോൾ കീപ്പറെ അനായാസം മറികടന്നുകൊണ്ട് ഗോൾ വല ചലിപ്പിക്കുന്നത്. ഡിഫൻസിനും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ബിൽഹെജിന്റെ തകർപ്പൻ ഹെഡർ. ഈ മത്സരത്തിലെ 2ാം ഹെഡർ ഗോളാണ് അദ്ദേഹം നേടുന്നത്. അങ്ങനെ തിങ്ങി നിറഞ്ഞ അർജന്റീൻ സ്റ്റേഡിയം ഒന്ന് അക്ഷമരാവാൻ തുടങ്ങി.
കാരണം ഇതാ ഒരു ഗോൾ കൂടി അൾജീരിയ തിരിച്ചടിച്ചിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും അർജന്റീന മുന്നേറ്റങ്ങൾ പതിയെ കണ്ടു തുടങ്ങി. അങ്ങനെ സൂപ്പർ താരത്തെ ബോക്സിൽ വീഴ്ത്തിയതിന് അർജന്റീന പെനാൽറ്റിക്കായി അപ്പീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ റഫറി പെനാൽറ്റി നൽകുന്നില്ല. ക്ലാരിറ്റി ഫൗളാണ്. പക്ഷേ അദ്ദേഹം ഫൗളിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിലും റഫറി പെനാൽറ്റി അനുവദിക്കുന്നില്ല. അങ്ങനെ മത്സരത്തിൻ്റെ 80-ാം മിനിറ്റ് ഗോൾ കീപ്പറെ അനായാസം മറികടന്ന് അൾജീരിയൻ താരത്തിൻ്റെ മുന്നേറ്റം. പക്ഷേ അർജന്റീൻ ഗോൾ കീപ്പർ എങ്ങനെയോ ആ പന്തിനെ രക്ഷപ്പെടുത്തുന്നു. മത്സരം സമനിലയിലേക്ക് പോയി എന്ന് തോന്നിപ്പിച്ച നിമിഷം. വീണ്ടും ലിയണൽ മെസ്സിയുടെ മനോഹരമായ ത്രൂ ബോൾ. പക്ഷേ ഇത്തവണവും ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല. മനോഹരമായ ത്രൂ ബോൾ, പക്ഷേ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മത്സരം അവസാനിക്കുകയാണ്. അർജന്റീന 4 അൾജീരിയ 3. ഇപ്പോൾ ഇതാ നീണ്ട 19 വർഷങ്ങൾക്കൊടുക്കം അർജന്റീന 2026 വേൾഡ് കപ്പിൽ അൾജീരിയയുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. അന്ന് നമ്മൾ കണ്ടത് ത്രില്ലടിപ്പിച്ച പോരാട്ടമായിരുന്നു. 4-3 ലിയോ മെസ്സിയുടെ മാജിക്കൽ അർജന്റീന വിജയിച്ചു കയറിയത്. വേൾഡ് കപ്പിലെ അർജന്റീന ഗ്രൂപ്പ് റൗണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ അൾജീരിയ അർജന്റീന പോരാട്ടത്തിൽ ആര് വിജയിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.